വടകരയിൽ ശൈലജയുടെ വാദം പൊളിഞ്ഞുവോ? കേരളത്തിൽ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്നത് എവിടെയാണെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് വടകരയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഒരിക്കൽ കൈവിട്ടുപോയ വടകര 15 വർഷത്തിനു ശേഷം തിരിച്ചു പിടിക്കണം. 2 തവണ മുല്ലപ്പള്ളിയും കഴിഞ്ഞ തവണ K മുരളീധരനും CPM-ന്റെ തട്ടകത്തിൽ നിന്നും വിജയിച്ചു കയറിയതിന്റെ ക്ഷീണം ചില്ലറയല്ല. CPM-നെ ഏറെ നാണം കെടുത്തിയ 3 തിരഞ്ഞെടുപ്പുകളായിരുന്നു കഴിഞ്ഞു പോയത്. TP കൊല്ലപ്പെട്ടതിന് ശേഷം നടക്കുന്ന 3ാമത്തെ തിരഞ്ഞെടുപ്പാണ് നടക്കാനിരിക്കുന്നത്. CPM-ന്റെ പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളായിരുന്നിട്ട് പോലും പാർട്ടിക്കേറ്റ കനത്ത പ്രഹരമായിരുന്നു വടകരയിൽ നേരിട്ട തുടർച്ചയായ തോൽവി. CPM-ന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ച TP ചന്ദ്രശേഖരൻ എന്ന തിരുത്തൽവാദിയായ നേതാവ് വടകരയിൽ മത്സരിക്കാനെത്തിയതോടെയാണ് CPM-ന്റെ കഷ്ടകാലം ആരംഭിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM രംഗത്തിറക്കിയത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P ജയരാജനെയായിരുന്നു. പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ വടകരയിൽ P ജയരാജനും നിലംപരിശായി. TP കൊലക്കേസിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന് പറയുമ്പോഴും പാർട്ടി നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടിക്ക് കാരണമായത് ഇതേ കേസായിരുന്നു. TP കേസിൽ പ്രതികളെ രക്ഷിക്കാനായി നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെടുകയും പ്രതികൾക്കെതിരെ ഹൈക്കോടതി കൂടുതൽ ശിക്ഷ വിധിക്കുകയും ശിക്ഷ ഇരട്ടിയാക്കുകയും ചെയ്തത് കഴിഞ്ഞ മാസമാണ്. TP കേസ് ഇപ്പോഴും വടകരയിൽ മുഖ്യ വിഷയമായി ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് അവസാന ശ്രമമെന്ന നിലയിൽ മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയെ രംഗത്തിറക്കാൻ CPM തീരുമാനിച്ചത്. വടകര തിരിച്ചുപിടിക്കാൻ KK ശൈലജയെ സ്ഥാനാർത്ഥിയാക്കാൻ CPM-നെ പ്രേരിപ്പിച്ച മുഖ്യ ഘടകം അവരുടെ സ്വീകാര്യതയാണ്. മട്ടന്നൂർ MLA ആയ ടീച്ചറെ വടകരയിൽ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുമ്പോഴുണ്ടായ ആത്മവിശ്വാസം പിന്നീട് CPM-ന് നഷ്ടമാവുകയും ഷാഫിയുടെ സ്ഥാനാർത്ഥിത്വവും ഷാഫിക്ക് ലഭിക്കുന്ന വൻ വരവേൽപ്പും ഇടതു കേന്ദ്രത്തിൽ വലിയ അമ്പരപ്പാണ് ഉണ്ടാക്കിയത്. ഇതോടെയാണ് KK ശൈലജ സൈബർ ആക്രമണമെന്ന വ്യാജ ആരോപണവുമായി രംഗത്തെത്തിയതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. കേരളത്തിലാകെ UDF സൈബർ അക്രമങ്ങൾ നടക്കുന്നുണ്ട്. മാധ്യമങ്ങളിലൂടെ ദുരാരോപണം ഉയർത്തുന്നുണ്ട്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നായിരുന്നു CPM-ന്റെ ആരോപണം. അശ്ലീല ദൃശ്യങ്ങൾ സൃഷ്ടിച്ചത് UDF സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലിന്റെ അറിവോടെയും ആശീർവാദത്തോടെയും ആണെന്നായിരുന്നു CPM-ന്റെ ആരോപണം പോലീസിൽ പരാതിയായി. പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതിയായി. ഒരു തെരഞ്ഞെടുപ്പ് പൊതുയോഗം എന്ന് പറയുന്നത് ഒരു സാധാ പൊതുയോഗം പോലെയല്ല എന്ന് നിയമവിദഗ്ധർ ആരോപിക്കുന്നു. ഒരു സ്ഥാനാർത്ഥിയോ ഇലക്ഷൻ ഏജന്റോ എതിർ സ്ഥാനാർത്ഥിക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. എതിരാളിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ തെരഞ്ഞെടുപ്പ് അസാധുവാക്കാൻ പോലും അത് കാരണമാവും. KK ശൈലജ സ്വന്തം ഒപ്പിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയിൽ വ്യാജ പോസ്റ്ററുകളും വീഡിയോയും പ്രചരിപ്പിച്ചു എന്നാണ് പരാതിപ്പെട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുന്ന ഏത് പരാതിയും കോടതിയിൽ നൽകുന്ന തെളിവ് പോലെ തന്നെയാണ് പരിഗണിക്കുക. എതിരാളികളെ തോൽപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ വ്യാജ പരാതി നൽകുന്നത് 7 വർഷം വരെ തടവ് ലഭിക്കുന്ന കുറ്റമാണ്. ഇടത് സ്ഥാനാർത്ഥിയുടെ ആരോപണം മാത്രമായിരുന്നില്ല. UDF സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് വ്യാജ വീഡിയോ ചമച്ചെന്നും പൂതനയെന്നും അഭിസാരികയെന്നും ആരോപിച്ചെന്നുമാണ്. ഇത്തരത്തിലുള്ള ഒരാൾക്ക് ആരെങ്കിലും വോട്ട് ചെയ്യുമോ എന്നാണ് LDF സ്ഥാനാർത്ഥിയായ KK ശൈലജ പൊതുസമ്മേളനത്തിൽ പരസ്യമായി ചോദിച്ചത്. എതിരാളിയെ തോൽപ്പിക്കാനായി വ്യാജമായ ആരോപണം ഉന്നയിച്ചുവെന്നത് ഗുരുതരമായ തെറ്റാണ്. കോഡ് ഓഫ് കോണ്ടാക്ടിന്റെ ലംഘനമാണ് നടന്നിരിക്കുന്നതെന്നാണ് നിയമവിദഗ്ധർ ആരോപിക്കുന്നത്. ഇടത് സ്ഥാനാർത്ഥി ഏതെങ്കിലും ഒരു UDF നേതാവിനെതിരെയല്ല ഈ ആരോപണം ഉന്നയിച്ചതെന്നാണ് ചർച്ചാ വിഷയം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലാകമാനം ശക്തമായ പ്രതിഷേധമാണ് KK ശൈലജയ്ക്കെതിരെ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചെന്ന വാർത്തയോടെ ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ടീച്ചർ അശ്ലീല വീഡിയോ എന്ന് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് വിഷയത്തിൽ നിന്നും കൈ കഴുകുകയായിരുന്നു. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്നെ തുടർച്ചയായി എൻ്റെ വടകര എന്ന ഓൺലൈൻ കുടുംബ പേജിലാണ് ഈ വീഡിയോ പ്രചരിപ്പിച്ചതെന്നായിരുന്നു KK ശൈലജയുടെ ആരോപണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അവരെ അറിയാമെങ്കിൽ അവരോട് പറയണം ഇത് നിർത്താൻ എന്നാണ് ടീച്ചർ ആദ്യ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. എന്നാൽ ടീച്ചർ തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആരോപണത്തിൽ നിന്നും പിന്മാറുന്നതാണ് കണ്ടത്. വടകരയിൽ ഷാഫിക്കെതിരെ പോലീസിലും പരാതി നൽകിയിരുന്നു. എന്നാൽ ടീച്ചറുടെ പരാതിയിൽ പോലീസ് അന്വേഷണം അത്ര സീരിയസ് ആയി മുന്നോട്ട് പോയില്ല.
തന്റെ അശ്ലീല വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചുവെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ശൈലജ ടീച്ചർ പിന്നീട് പറയുന്നത്. പാർട്ടി പത്രവും ചാനലും 3 ദിവസത്തോളം അശ്ലീല വീഡിയോ വിഷയം പ്രധാന വിഷയമാക്കി ഉയർത്തിക്കാട്ടിയതോടെ പ്രതിഷേധം ശക്തമായി. സാംസ്കാരിക പ്രവർത്തകരും പൊതുപ്രവർത്തകരും വിഷയം ഏറ്റെടുത്തതോടെ വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫിയും പ്രതിരോധത്തിലായി. CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കളെല്ലാം കേരളത്തിലാകമാനം ടീച്ചർക്കെതിരെ സൈബർ അറ്റാക്ക് നടത്തുന്നുവെന്ന് ആരോപണം ശക്തമാക്കി. ഷാഫിയും കോൺഗ്രസ് നേതാക്കളും ഈ ആരോപണം നിഷേധിച്ച് രംഗത്തെത്തിയെങ്കിലും CPM ഇതൊന്നും മുഖവിലക്കെടുത്തില്ല. എന്നാൽ ടീച്ചർ തന്നെ അശ്ലീല വീഡിയോ ഇല്ലെന്ന് വ്യക്തമാക്കി രംഗത്തെത്തി. ഇതോടെ ആരോപണം വടകരയിൽ തിരിച്ചടിയായി മാറുകയാണ്. ഷാഫിക്കെതിരെ KK ശൈലജ കൊടുത്ത കേസിൽ തിരിച്ചടിയുണ്ടാകുമെന്ന നിയമോപദേശമാണ് ആരോപണങ്ങളിൽ നിന്നും പിന്മാറാൻ കാരണമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ.